നമസ്കാരം. നമസ്തേ. ഇന്ന് നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്ക് തന്നെ പോവുകയാണ് നല്ലത്. കാരണം ഇന്ത്യയിൽ ഇഷ്ടംപോലെ വിഷയങ്ങൾ, ഇഷ്ടംപോലെ ചാനലുകൾ, ഇഷ്ടംപോലെ രീതിയിൽ വ്യാഖ്യാനിച്ചും സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമുക്ക് അടുത്ത കാലത്ത് അല്ല ഒരു 10-15 വർഷത്തിനുള്ളിലുണ്ടായ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ മനുഷ്യരാശിയെ പേടിപ്പിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, പകർച്ചവ്യാധികൾ. ഇതിലേറ്റവും അടുത്ത കാലത്തുണ്ടായി ലോകം മുഴുവൻ വ്യാപിച്ചു വന്ന് കോവിഡായിരുന്നു. അപ്പം ഈ കോവിഡ് എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് അന്ന് ചൈനയുടെ പഠനം, ചൈനീസ് ലാബിൽ നിന്നും പുറത്തുപോയ അണുക്കളാണെന്നുള്ളൊരു ഇമ്പ്രഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ അതിൽ നിന്നും ഭിന്നമായി അമേരിക്കയ്ക്ക് തന്നെ ഇതിൻ്റെ അകത്ത് പങ്കുണ്ട് എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നു. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങയുടെ ചോദ്യം ശരിയാണ്. അതായത് 2019 കാലഘട്ടത്തിൽ അന്ന് ലോകത്തെ മുഴുവൻ വിറപ്പിച്ച കോവിഡ് മഹാമാരിയുടെ ഉത്തരവാദി ആരാണ് എന്നുള്ള തർക്കം അമേരിക്കയും ചൈനയും തമ്മിലൊരു വാക്പോരിൽ ഉണ്ടാകുകയും നമ്മളൊക്കെ തന്നെ ചൈന ആയിരിക്കാം, അമേരിക്കയ്ക്ക് സംശയത്തിന്റെ ഒരു ആനുകൂല്യം കൊടുക്കാൻ പലരും തയ്യാറായി. കാരണം ചൈനയെ പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിന്റെ സത്യം പുറത്തു വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം, അമേരിക്കയുടെ ഈ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായ തുളസി ഗബ്ബാർഡ് തന്നെയാണ് ഈ സത്യം പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ചൈനയിലെ വുഹാൻ ലബോറട്ടറിയിലാണ് കോവിഡിന്റെ വൈറസ് പുറത്തു വന്നത്, അവിടെ നിന്നാണ് വന്നത്. പക്ഷേ ഈ വുഹാൻ ലബോറട്ടറി അത് പ്രവർത്തിക്കുന്നത് അമേരിക്കയുടെ ഫണ്ടിങ്ങിൽ ആണ് എന്നുള്ള സത്യം അമേരിക്കയുടെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ, അവരിപ്പോ ഈ സ്ഥാനം രാജിവെച്ചു, അവർ പുറത്തുവിട്ട ചില ഡീക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സ് ഉണ്ട്. ആ ഡോക്യുമെന്റ്സ് ഇന്ന് ലോകം ഞെട്ടലോടാണ് ഇത് മനസ്സിലാക്കുന്നത്. ശരിക്കും വുഹാൻ ലബോറട്ടറിയിൽ മാത്രമല്ല, ലോകത്ത് 120 കേന്ദ്രങ്ങളിൽ അമേരിക്കയുടെ ഗെയിൻ ഓഫ് ഫങ്ഷൻ റിസർച്ച് എന്ന് പറയുന്ന അപകടകരമായ റിസർച്ച് ഗവേഷണം ലോകത്ത് 120 ലബോറട്ടറികളായിട്ട് വിവിധ രാജ്യങ്ങളിലായിട്ട് നടക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് യുക്രൈനിലാണ്. 1-2 അല്ല, 40 ലബോറട്ടറികളിൽ യുക്രൈനിൽ ഈ ഗവേഷണം നടക്കുകയാണ്. അത് കുറച്ച് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് റഷ്യ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. യുക്രൈൻ അമേരിക്കയ്ക്ക് വേണ്ടി ബയോ വെപ്പൺസ് ഉണ്ടാക്കുകയാണ്, അതുകൊണ്ടാണ് പാശ്ചാത്യ ലോകം അമേരിക്കയ്ക്ക് യുക്രൈന് യുദ്ധത്തിന് വേണ്ടി ഇത്ര വലിയ ഫണ്ടിങ് നടത്തുന്നതെന്ന്. അതിപ്പോ ശരിയാണ് എന്നുള്ള ഒരു സൂചന കൂടിയാണ് തുളസി ഗബ്ബാർഡിന്റെ ഈ വെളിപ്പെടുത്തൽ. അതായത് അവർ പറയുന്നത് ഈ ഗെയിൻ ഓഫ് ഫങ്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു പാതോജൻ എന്ന് വെച്ചാൽ വൈറസ് ആവാം, ബാക്ടീരിയ ആവാം, അതുപോലെ ഉള്ള സൂക്ഷ്മജീവി, ആ പാതോജൻ എങ്ങനെയാണ് പാതോജൻ എങ്ങനെയാണ് മാറ്റം സംഭവിക്കുന്നത്, അതിന്റെ നിലവിലുള്ള സ്വഭാവങ്ങൾ എങ്ങനെ പരീക്ഷണങ്ങളിലൂടെ മാറ്റിയെടുക്കാം, അതിന് ഏതെല്ലാം രീതിയിൽ, അതായത് ഇപ്പോ ഉദാഹരണത്തിന് ഒരു പാതോജന്റെ വിറുലൻസ് എന്ന് പറയും, അതായത് അതിന്റെ ഒരു മാരക ശേഷി എത്രമാത്രം കൂട്ടിയെടുക്കാം, അതുപോലെ ഉദാഹരണത്തിന് അതെ പ്രഹരശേഷി എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അതായത് ഇപ്പൊ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞാല്, ഇപ്പോ പക്ഷികളിൽ നിന്ന് പക്ഷികളിലേക്ക് മാത്രം മാറുന്ന ഏവിയൻ ഫ്ലൂ വൈറസ് എങ്ങനെ പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്ക് മാറ്റിയെടുക്കുന്ന രീതിയിൽ ആ വൈറസിന് മാറ്റം കൊടുക്കാം പരീക്ഷണങ്ങളിലൂടെ. ഇത്തരം ജനറ്റിക് ഓൾട്ടറിംഗ് ആണ് ഇത്തരം പല പരീക്ഷണങ്ങളിലും പിന്നിലുള്ളത്. അതായത് വൈറസ് ആകട്ടെ ബാക്ടീരിയ ആകട്ടെ, ഇതിനെയൊക്കെ ജനറ്റിക്കലി ഓൾട്ടർ ചെയ്യുകയാണ്. അങ്ങനെ ഓൾട്ടർ ചെയ്തിട്ട് അതിന് ഇതുവരെ മ്യൂട്ടേഷന്റെ അത് തന്നെ, അതായത് പ്രകൃതിയിൽ കാണുന്ന അതിന്റെ സ്വഭാവ സവിശേഷതയിൽ നിന്നും മാറ്റി അതിന് കൃത്രിമമായിട്ടും മനുഷ്യന് ആവശ്യമുള്ള രീതിയിൽ അതിനെ മാറ്റിയെടുക്കുക, മ്യൂട്ടേഷൻ നടത്തുക. അതിനുള്ള പരീക്ഷണങ്ങളാണ് ഈ അമേരിക്കയുടെ സഹായത്തോടു കൂടി അവിടെ നടത്തുന്നത്. അത്തരത്തിലുള്ള ഒരു പരീക്ഷണശാലയായിരുന്നു വുഹാൻ ലബോറട്ടറി എന്ന ഞെട്ടിപ്പിക്കുന്ന സത്യം ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഇതിൽ ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഈ പകർച്ചവ്യാധിയിൽ പങ്കുണ്ട്.
രണ്ടു കൂട്ടർക്കും പങ്ക് വേണം. ഈ പകർച്ചവ്യാധിയെ കുറിച്ച് ഈ വൈറസ് പിന്നെ വേണ്ട രീതിയിൽ സേഫ്റ്റി മെഷേഴ്സ് ഇല്ലാതെ ഇവിടെ സൂക്ഷിച്ചത് എന്തോ കേൾക്കാം, പറഞ്ഞു. ഈ വൈറസ് വേണ്ട രീതിയിൽ സൂക്ഷ്മമല്ലാത്ത രീതിയിൽ ബയോസേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് പാലിക്കാതെ അതിനെ അവിടെ സൂക്ഷിച്ചത് ചൈനയാണ്. അതിന്റെ ഉത്തരവാദിത്തം ചൈനയ്ക്കാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ലബോറട്ടറി തന്നെ പ്രവർത്തിക്കാനുള്ള ഫണ്ടിങ് നടത്തിയത് അമേരിക്കയാണ്. അതായത് അമേരിക്കയാണ് ഉറപ്പുവരുത്തേണ്ടിയിരുന്നത് ഇവിടെ ഈ ലബോറട്ടറിയിൽ ബയോസേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് പൂർണ്ണമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടിയിരുന്ന അമേരിക്കയാണ്. അമേരിക്കയാണ് ഇവിടെ ധനസഹായം ഫണ്ടിങ് മുഴുവൻ നൽകിയത്. അമേരിക്കൻ ടാക്സ് പേരുടെ പണമാണ് അമേരിക്കൻ ഈ വുഹാനിലെ പരീക്ഷണങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന വ്യക്തിയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ ചീഫ് മെഡിക്കൽ അഡ്വൈസറും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലർജി ആൻഡ് ഇൻഫെക്ഷസ് ഡിസീസസിന്റെ ഡയറക്ടറുമായിരുന്ന ഡോക്ടർ ആന്റണി ഫൗസി. പക്ഷെ അദ്ദേഹം ലോകത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചു. അദ്ദേഹം പച്ചക്കള്ളം പറഞ്ഞു. ഈ കോവിഡ് സമയത്ത് നമ്മൾ നിരന്തരം കേട്ടിരുന്ന ഒരു പേരാണ് ആന്റണി ഫൗസി. ആന്റണി ഫൗസി ലോകത്തെയും അമേരിക്കൻ കോൺഗ്രസിനെയും അമേരിക്കൻ ജനതയെയും ഒരേപോലെ തെറ്റിദ്ധരിപ്പിച്ചു. അതിന് അയാൾക്ക് ശിക്ഷ കിട്ടേണ്ടതാണ്. കാരണം അമേരിക്കയാണ് ഈ പണം നൽകിയത് എന്ന് അയാളുടെ മേൽനോട്ടത്തിലാണ് അവിടുത്തെ ഗവേഷണം നടന്നിരുന്നത്. ആന്റണി ഫൗസിയുടെ മേൽനോട്ടത്തിലാണ്. പക്ഷെ ആ വിവരം ആന്റണി ഫൗസി മറച്ചു വെച്ചു. ചൈനയും അമേരിക്കയും നമ്മൾ വിചാരിക്കും കീരിയും പമ്പും പോലാണ്. പക്ഷേ അവരുടെ ഇടയിൽ ഒരു അന്തർധാര പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. പണ്ട് സന്ദേശ സിനിമയിലെ കുമാരപിള്ള സാറ് പറയുന്ന പോലെ അന്തർധാര ഈ ആണ് ശരിക്കും പറഞ്ഞ ലോകത്തില് ഇവിടെ ശരിക്കും ഈ മുതലാളിത്ത രാജ്യമായ അമേരിക്കയും കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് പറയപ്പെടുന്ന ചൈനയും ഈ അന്തർധാരയിലൂടെ അമേരിക്കൻ പണം ഉപയോഗിച്ച് ചൈനയിലെ മാരക വൈറസുകളെ ഉണ്ടാക്കുകയും ഇത് ചൈനയിൽ ഉണ്ടാക്കിയാൽ ചൈനയെ ഉപയോഗിക്കുമല്ലോ. ശത്രു മറ്റു രാജ്യങ്ങൾക്ക് നേരെ ചൈനയ്ക്ക് ഉപയോഗിക്കാവില്ല, നാളെ ഇന്ത്യക്ക് നേരെ ഉപയോഗിക്കാമായിരുന്നല്ലോ. അപ്പോ വലിയ ലോകത്തിനോട് ചൈനക്കെതിരായി തന്നെ ഇത് വേണം ഉപയോഗിക്കുന്നില്ല, അത്യാവശ്യം അമേരിക്ക വിചാരിച്ചാൽ. അല്ല, അവിടെ ചൈന ഒരു കാര്യം ചെയ്തിരുന്നു. അതായത് ഇത് ചൈന ഇതിന്റെ പ്രതിരോധ മരുന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലുമായിരുന്നു. ഇവിടെ ഒരുപക്ഷെ ആ ശ്രമം വിജയിക്കുന്നതിന് മുമ്പ് അമേരിക്ക ഈ വൈറസിനെ വെളിയിൽ വിട്ടതാകാനും മതി. അങ്ങനെയും ആകാം. കാരണം നമുക്കിത് ഇപ്പൊ നമ്മൾ പറയുന്നത് ഒരു നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റിയല്ല. സിദ്ധാന്തമാണെന്നൊക്കെയുള്ള വാർത്തകള് പലപ്പോഴും പുറത്തു വരുമെങ്കിലും ഒരു സൂചനയാണ് ഈ അമേരിക്കയുടെ ദേശീയ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായ അവരിപ്പോ രാജിവെച്ചു, തുളസി ഗബ്ബാർഡിന്റെ വെളിപ്പെടുത്തൽ നമുക്ക് നൽകുന്ന തെളിവ്. പിന്നെ ഇത് ലോകത്തെ മുഴുവൻ ഞെട്ടിപ്പിക്കേണ്ട ഒരു സംഭവമാണ്. ഈ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് റഷ്യ ഉന്നയിച്ച ഒരു ആരോപണം, യുക്രൈനിൽ അമേരിക്ക ഒരു ജൈവ യുദ്ധം തുടങ്ങുന്നതിന് ബയോ വാറിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്ന സ്ഥലമാണ് യുക്രൈൻ എന്നും. ഇതിനാലാണ് യുക്രൈന് വലിയ രീതിയിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ധനസഹായം ചെയ്യുന്നതെന്നുമൊക്കെയുള്ള ആരോപണമായിരുന്നു റഷ്യ ഉന്നയിച്ച. റഷ്യ ഉന്നയിച്ച ആരോപണങ്ങളെ ഇപ്പോ തുളസി ഗബ്ബാർഡിന്റെ വെളിപ്പെടുത്തലുകൾ സാധൂകരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ എത്രയോ ചിന്തിക്കുന്നതിൽ എത്രയോ വിചിത്രമാണിത്. ചോദിക്കും. അല്ല, ഇത് ഏറ്റവും ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യം, ഇത് അന്നത്തെ കാലത്ത് കോവിഡിൻ്റെ കാലത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ അല്ലെ ഡിഫൻസ് മെഡിസിൻ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പം അതിനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചയാളാണ് ഫൗസി. നമ്മുടെ സാധനം മോശമാണ്, മരുന്ന് ശരിയല്ല എന്ന് പറഞ്ഞ് വ്യാപകമായ പ്രൊപ്പഗാൻഡ നടത്തുന്നുണ്ട്. നമ്മളെ ഡെവലപ്പ് ചെയ്ത് നിർബന്ധമുണ്ടായിരുന്നു. അതിനെ മറികടന്നുകൊണ്ട് നമ്മൾ ഏതാണ്ടൊക്കെ ഇവിടെ ഉണ്ടാക്കി. അത് ഫലപ്രദമായിരുന്നില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. അത് ഫലപ്രദമല്ല, നമ്മുടെ മെഡിസിൻ ക്വാളിറ്റി കുറവാണെന്നുള്ള പ്രചരണം വ്യാപകമായിട്ട് നടത്തുകയാണ്. അത് ആ രംഗത്തുള്ള അമേരിക്കയുടെ തീർച്ചയായിട്ടും അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഡ്രഗ്സ് ലോബി അതിശക്തമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോ
ആ ഡ്രഗ്സ് ലോബിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇതിനെതിരെയുള്ള വാക്സിൻ വികസിപ്പിച്ചെടുത്തത്. മരുന്നും അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് ട്രീറ്റ്മെന്റ് തെറാപ്പിയും കൊണ്ടുവന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പലപ്പോഴും ഇന്ത്യയുടെ മരണസംഖ്യ ഉള്ളതിൽ നിന്നും വളരെ അധികമാണ് എന്നുള്ള പ്രചരണങ്ങൾ അമേരിക്ക നടത്തി. അമേരിക്കയിലെ ഹോസ്പിറ്റലുകൾ വരാന്തയിൽ ഉൾപ്പെടെ തന്നെ ശവശരീരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഫോട്ടോകൾ അമേരിക്കൻ വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് തന്നെ പുറത്തുവിട്ടു. പക്ഷെ എങ്കിലും അമേരിക്ക മറ്റു രാജ്യങ്ങളെ കുറ്റപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ഒരു പോളിസി. അതായത് അമേരിക്ക ഒന്ന് പറയും വേറൊന്ന് പ്രവർത്തിക്കും. ഇവിടെ ട്രംപിനെ പല ആൾക്കാരും ചീത്ത വിളിക്കുന്നുണ്ട്. ട്രംപ് ഒന്ന് പറയും വേറൊന്ന് പ്രവർത്തിക്കുമെന്ന്. പക്ഷെ അത് ട്രംപിന്റെ മാത്രം കുഴപ്പമല്ല. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ വിദേശ നയത്തിന്റെയും അമേരിക്കയുടെ രാഷ്ട്രതന്ത്രത്തിന്റെയും ഭാഗമാണ് ഈ ഒരു അന്തർലീനമായ വൈരുദ്ധ്യം. അതായത് ഒരു കാര്യം വാഗ്ദാനം ചെയ്യുകയും മറു കാര്യം അവർ ചെയ്യുക എന്നുള്ളത് അന്തർലീനമായിട്ടുള്ള അവരുടെ ഒരു പോളിസിയുടെ ഭാഗം. ഈ പോളിസി ആണ് യഥാർത്ഥത്തിൽ ഈ കോവിഡിന്റെ കാലത്ത് അന്ന് പുറത്തു വന്നത്. അതായത് ചൈനയിലെ ലബോറട്ടറി ഫണ്ട് ചെയ്യുന്നത് തങ്ങളാണ് എന്നുള്ള സത്യം അത് സ്വന്തം നാട്ടിലെ ജനതയിൽ നിന്നും അമേരിക്കയിലെ അതായത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എം പിമാര് പോലെ അത് ലോക്സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ഉദ്യോഗസ്ഥന് കഴിയുമോ? ഇന്ത്യയിൽ കുറച്ചുകൂടെ ഭേദമാണ് കാര്യങ്ങളെന്ന് എനിക്ക് വന്നു. കാരണം അവകാശ ലംഘനം നോട്ടീസും ഒക്കെ വരും. അമേരിക്കയിൽ അതൊന്നുമില്ല. അമേരിക്കയിലെ ഇന്ത്യയിൽ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്താൽ അവകാശ ലംഘന നോട്ടീസ് സ്പീക്കർക്ക് കൊടുക്കും. കാരണം അതൊന്നുമില്ലെങ്കിൽ ചർച്ചയെങ്കിലും ചെയ്യപ്പെടും, നടപടി എടുത്താലും ഇല്ലെങ്കിലും. പക്ഷെ അമേരിക്കയില് ഇത്തരം പ്രൊസീജിയർ ഒന്നുമില്ല. അമേരിക്കയിൽ ആ ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്തു, അയാൾ പോയി. ഇനി പ്രസിഡന്റിന്റെ വിവേചന അധികാരത്തിലാണ് ഇതിനെതിരെയുള്ള നടപടിയോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുകയോ ഒക്കെ ചെയ്യുന്നു. ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പിന്തുണയോടുകൂടിയാണോ തുളസി ഗബ്ബാർഡ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇത് ബൈഡൻ ഭരണകൂടത്തിന് എതിരായിട്ടുള്ള വിവരങ്ങളാണ്. ട്രംപ് ഇപ്പോൾ ഇറാൻ യുദ്ധത്തിന് ശേഷം ചില കാര്യങ്ങളിൽ ട്രംപിനൊരു ജാള്യതയുണ്ട്. ഇറാനിൽ ട്രംപിന്റെ നയപരിപാടികൾ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളിലെ തന്ത്രങ്ങളൊക്കെ പിഴച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു കാര്യം ത്തിലേക്ക് ജനശ്രദ്ധ തിരിച്ചുവിടണമെന്നുണ്ടാവാം. ഇത് കള്ളമൊന്നുമല്ല, സത്യമാണ്. അവർ കൃത്യമായ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് റിലീസ് ചെയ്തിട്ടുണ്ട്. 120 പേജ് വരുന്ന ഡോക്യുമെന്റ്സ് ആണ് ഡീക്ലാസിഫൈ ചെയ്ത് US സർക്കാർ ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷെ ഇതിലൊക്കെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. അതായത് അതോടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ നമ്മുടെ സമയം പരിധി എത്തിയിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ബാക്ടീരിയക്കോ ഒരു വൈറസിനോ ഒന്നും ഇല്ലാത്ത സ്വഭാവ സവിശേഷതകൾ അതിലേക്ക് യോജിപ്പിച്ച് അതിന്റെ ട്രാൻസ്മിഷൻ മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് മാത്രമാണെങ്കിൽ അത് മൃഗങ്ങളിലേക്ക് മനുഷ്യരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അത് അവിടെ ജനറ്റിക് മ്യൂട്ടേഷൻ നടത്തിയെന്ന് പറയുന്നത് മനുഷ്യരാശിയോട് ചെയ്ത ഏറ്റവും വലിയൊരു ക്രൂരതയല്ലേ? അപ്പൊ അമേരിക്ക ഇതിന് പറയുന്ന ന്യായം ഇത് വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയതെന്നാണ്. പക്ഷെ വാക്സിൻ ഈ പറയുന്നിടത്ത് ഇതൊക്കെ ലോകം അറിഞ്ഞിട്ട് തന്നെ ചെയ്യേണ്ടതല്ലേ? ഇതൊരു ട്രാൻസ്പെറൻസി, ഒരു സർട്ടൺ ഡിഗ്രി ഓഫ് ട്രാൻസ്പെറൻസി WHO പോലുള്ള സംഘടനകൾ പിന്നെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? അതിനാണെങ്കിൽ WHO പിരിച്ചുവിടണ്ടേ? ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുമ്പം അത് ലോകരാജ്യങ്ങളെ അറിയിക്കുക, അതിന്റെ പ്രിക്കോഷൻ എടുക്കാൻ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും വേണ്ടതാണ്. അതില്ല. തീർച്ചയായിട്ടും അത് ലോകത്തിന്റെ മുന്നിൽ നിന്ന് മാത്രമല്ല, സ്വന്തം രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ മുന്നിൽ നിന്നും മറച്ചു വെച്ചു. അപ്പോൾ അമേരിക്കയിലെ ഒരു ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന അമേരിക്കയിലെ കുറച്ച് ശക്തി ഉള്ള ആൾക്കാർ വിചാരിച്ചാൽ അമേരിക്കയെയും ലോകത്തിനെയും മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാമെന്നും വേണ്ടി വന്നാൽ മാനവരാശിയെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള തരം ഗവേഷണങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നടത്തിച്ചിട്ട് ഇപ്പൊ ചൈനയിലോ മറ്റേതെങ്കിലും ഒരു രാജ്യത്തോ കൊണ്ട് നടത്തിയാൽ അവരുടെ തലയിൽ ഉത്തരവാദിത്തം കെട്ടിവെക്കാമല്ലോ. നിങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിഷേധിക്കാം. ഒരു ലീക്ക് ഉണ്ടായാൽ ചൈനയിലുണ്ടാകും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ലോകത്തോട് ചെയ്ത ഒരു കൊടിയ ചതി, വഞ്ചനയാണ്. ഇത്തരം ഈ ആന്ത്രാക്സ്, എബോള ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ അണുക്കളെ സംബന്ധിച്ചുള്ള ഗവേഷണം അമേരിക്ക നടത്തുന്നുവെന്നാണ് തുളസി ഗബ്ബാർഡ് ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ പാൻഡമിക്, അതായത് പകർച്ചവ്യാധികൾക്കായിട്ട് ഞാൻ ഈ പറഞ്ഞ ഗെയിൻ ഓഫ് ഫങ്ഷൻ റിസർച്ച് കൂടാതെ ഇതിന്റെ മറ്റൊരു ഗെയിൻ ഓഫ് ഫങ്ഷൻ റിസർച്ച് ഓഫ് കൺസേൺ എൻഹാൻസ്ഡ് പൊട്ടൻഷ്യൽ പാൻഡമിക് പാത്തജൻ
എൻഹാൻസ്ഡ് പൊട്ടൻഷ്യൽ ഉള്ള പാൻഡമിക് പാത്തജന് മ്യൂട്ടേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് വേറൊരു റിസർച്ച് പദ്ധതിയും കൂടെ ഉണ്ട്. അതായത് ശരിക്കും പറഞ്ഞാല് ഈ അമേരിക്ക ഇപ്പൊ തീരുമാനിക്കുകയാണ് ഈ ലബോറട്ടറികളിലെ ആണ് പിന്നെ പാതജൻസ്, അതായത് വൈറസിനെയോ ബാക്ടീരിയയോ ഒക്കെ തുറന്ന് എങ്ങനെയെങ്കിലും ലീക്ക് ചെയ്യാവുന്ന അമേരിക്ക ഒരു തീരുമാനം എടുത്താൽ എത്ര വിനാശകരമായ സ്ഥിതിയായിരിക്കും ലോകത്തിന് ഉണ്ടാകാൻ പോകുന്നത്. വെറുതെ അല്ല, ഈ അടുത്ത കാലത്തായിട്ട് ലോകത്ത് പലതരത്തിലുള്ള പകർച്ചവ്യാധികളും, സാർസ് ആണെങ്കിലോ പാൻഡമിക് H1N1 ആണെങ്കിലോ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ ഈ മഴക്കാലമാകുമ്പോൾ വരുന്നത്. ഈ മഴക്കാലത്ത് ഇപ്പൊ തന്നെ കേരളത്തിൽ ഷിഗല്ല ഉൾപ്പെടെയുള്ള ഏതെല്ലാം പകർച്ചവ്യാധികൾ വന്നു, ആൾക്കാരുടെ മരണം അതുകൊണ്ടുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരം റിസർച്ച് ഒരുപക്ഷെ പിന്നെ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോ പല രാജ്യങ്ങളെയും അപകടത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് അമേരിക്ക. എന്തൊക്കെയാണ് വരാനിരിക്കുന്ന ദിവസങ്ങൾ സംഭവിക്കാൻ പോകുന്നത്? ലോക മനസാക്ഷി ഉണരുമോ? അമേരിക്കക്കെതിരെ ലോകം ഒറ്റക്കെട്ടായിട്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുമോ? എന്തായാലും ശരി, കാത്തിരുന്ന് കാണാം. പുതിയ സംഭവ വികാസങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്താം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.